ഹായ് ഹലോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ഇടനേരങ്ങളിലൊക്കെ കഴിക്കാനായിട്ടോ നല്ലതായിട്ടുള്ള ഒരു പാക്കറ്റ് ഫുഡാണ്. ഇത് മ്യൂസ്ലി എന്ന് പറയുന്ന ഒന്നാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തു വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയുള്ള എക്സ്പീരിയൻസ് വേണം എനിക്ക് പറയാനെന്നുള്ള ഒരു ആഗ്രഹം കാരണമാണ് വീഡിയോ ഇടാനായിട്ട് വൈകിയത്. ഇപ്പോൾ 3 മാസം കൂടുതലായി നമ്മളിവിടെ ഈ മ്യൂസ്ലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത് കഴിക്കാൻ ഇഷ്ടം എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം എൻ്റെ മോൻ്റെ ഫ്രണ്ട് ഇവിടെ നാട്ടിൽ വന്ന് പോയപ്പോൾ ഞങ്ങളൊരു 3-4 പാക്കറ്റ് ഇത് വാങ്ങിച്ചു കൊടുത്തു വിട്ടു. അപ്പോൾ കൊടുത്തു വിട്ടതിൽ ഫ്രൂട്ട്സ് കൂടുതലുള്ളത് അങ്ങനെയുള്ള അതിൽ നമ്മൾ ശ്രദ്ധിച്ചത് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. പക്ഷേ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസ്ലി തന്നെയായിരുന്നു അത്. പക്ഷേ മുതിർന്നവർ, അതായത് ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഫ്രീ അതുപോലെ തന്നെ ഷുഗർ ഫ്രീ എന്നുള്ളത് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അപ്പം ഞാനിത് മോന് വാങ്ങിക്കൊടുത്തതെന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ്. ആ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന റോൾഡ് ഓട്സ്, അതേപോലെ തന്നെ റാഗി, കോൺ, ഫ്ലാക്സ് സീഡ്സ്, റൈസൻസ്, അതേപോലെ തന്നെ ബദാം, പംകിൻ സീഡ്സ്, ചിനാ സീഡ്സ്, ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻസ് ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ആവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ ആഹാരത്തിൽ നിന്ന് പലപ്പോഴും കിട്ടാതെ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മ്യൂസ്ലി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടും. നമ്മൾ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വിശപ്പ് കെടും. അതുപോലുള്ള ഒരു ഗുണങ്ങളാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടേബിളിൽ ഒരു മ്യൂസ്ലിയുടെ ഒരു ചെറിയൊരു ബോട്ടിൽ നമ്മൾ വെക്കാറുണ്ട്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഓട്സ് തന്നെയാണ്. എന്തുകൊണ്ടും ഓട്സിനേക്കാളും ഗുണങ്ങൾ ഇതിന് ഉണ്ട്. കാരണം വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് വരാതിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. ഹൈ ഫൈബറാണ്, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഇതിലുണ്ട്, ലോ സോഡിയം, അതുപോലെ ലോ കാർബോഹൈഡ്രേറ്റ്, ലോ ഫാറ്റ് ഇതൊക്കെയാണ്. പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഗുണകരമാണ്. അപ്പോൾ വയറ് നിറഞ്ഞ ഫീൽ പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് നമ്മൾ വേറെ ഇതും ജങ്ക് ഫുഡ്സ് വാരി വലിച്ച് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് ഇതെങ്ങനെയാണ് വെറുതെ തിന്നുക എന്നുള്ളത്. പക്ഷേ ഇത് വെറുതെ ഒരു പിടിയെടുത്ത് തിന്നാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിക് ആയവർ ഇത് ഷുഗർ ഫ്രീ എന്നുള്ളത് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന റാഗിയൊക്കെ അടങ്ങിയിട്ടുള്ള മ്യൂസ്ലിയാണ്. അതൊരു സ്നാക്കായിട്ടൊക്കെ വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയബറ്റിക് ഉള്ളവർ പൊതുവേ ഒരു 11 മണിയൊക്കെ ആവുമ്പോൾ മറ്റെന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലോങ് ടൈം നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കരുത്, പല തവണകളായിട്ടൊക്കെ കഴിക്കണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മ്യൂസ്ലി. ഇത് കണ്ടമാനം കഴിക്കേണ്ട കാര്യമില്ല. ഒരു പിടി കഴിച്ചാൽ മതി, ഒരു ചെറിയൊരു പിടി കഴിച്ചാൽ മതി. നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ലാകുന്നൊരു ഫീല് കിട്ടും. ഇത് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കുക. അതൊരു ബൗളിലെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മ്യൂസ്ലി, അതായത് ഒരു 3-4 സ്പൂണൊക്കെ നമുക്ക് ഇതിൽ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അത്രയ്ക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടത് വെറുതെ കഴിക്കുന്നതാണ്. അല്ലാതെ പാല് ചേർത്ത് കഴിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷേ ഇഷ്ടമുള്ളവരുണ്ടാകാം കേട്ടോ. അപ്പം മധുരം ചേർക്കാതെ വെറുതെ അങ്ങനെ കഴിച്ചാൽ മതി. ഇവിടെ സ്റ്റീവൻ ചേട്ടൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ സമയമില്ലാത്തവർക്ക്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാനൊക്കെ ടൈം കുറവുള്ളവർക്ക്, ഉണ്ടാക്കാൻ ടൈമില്ലാത്തവർക്കൊക്കെ ഇടയ്ക്ക്, എല്ലാ ദിവസവും അല്ല, ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.